നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റാക്കി പൊതുഗതാഗതം സംരക്ഷിക്കണമെന്ന് KST എംപ്ലോയീസ് സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. രാജേഷ്. ഇടതുഭരണത്തിൽ തടഞ്ഞുവച്ച DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ UDF സർക്കാർ തയ്യാറാകണമെന്നും K. രാജേഷ് KST എംപ്ലോയീസ് സംഘ പാലക്കാട് യൂണിറ്റ് സമ്മേളനം ചേർന്നു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ വിചാരണ പൂർത്തിയായി. 4 മാസത്തിലേറെ തുടർന്നു വന്നിരുന്ന സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ. സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയതോടെ പ്രതിയുടെ അന്തിമ വിചാരണയിലേക്ക് കോടതി കടക്കും. വാർത്താ പ്രചരണവും ആശയ സംവാദവും അന്തസത്ത ചോരാതെ എങ്ങനെ പ്രചരിപ്പിക്കാമെന്നതിൻ്റെ സാക്ഷ്യമാണ് നാരദമുനിയുടെ ജീവചരിത്രമെന്ന് BMS മുൻ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK സജിനാരായണൻ. അച്ചടി രംഗവും ഇലക്ട്രോണിക് രംഗവും എത്തിനോക്കാത്ത കാലത്താണ് നാരദമുനി സന്ദേശ പ്രചാരകനായതെന്നും സജിനാരായണൻ. വിശ്വസംവാദ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ CP രാമേന്ദ്രൻ അനുസ്മരണവും മാധ്യമപ്രവർത്തകനെ ആദരിക്കലും പാലക്കാട്ട് നടന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ വാക്ക് പാലിച്ച മന്ത്രി OJ ജനീഷ്. മാളയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് അപ്രതീക്ഷിത സന്തോഷ നിമിഷമായി മന്ത്രി OJ ജനീഷിൻ്റെ സന്ദർശനം. വാക്ക് പാലിച്ച് തങ്ങളെ കാണാൻ വന്ന മന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ. പാലക്കാട് നോർത്ത് CIക്ക് നേരെ ഭീഷണി പ്രസംഗവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CI വല്ലാതെ ചൊറിഞ്ഞാൽ നെഞ്ചത്തെ താളമേളം ചവിട്ടുമെന്നായിരുന്നു ഭീഷണി. ഭീഷണി പ്രസംഗം നടത്തിയത് പാലക്കാട്ട് LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാക്കി പൊതുഗതാഗതം സംരക്ഷിക്കണമെന്ന് KST എംപ്ലോയീസ് സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. രാജേഷ് ആവശ്യപ്പെട്ടു. KST എംപ്ലോയീസ് സംഘ പാലക്കാട് യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുഭരണത്തിൽ തടഞ്ഞുവച്ച DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ UDF സർക്കാർ തയ്യാറാകണമെന്നും K. രാജേഷ് ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള നിരവധി പൊതുജനോപകാരപ്രദമായ പ്രഖ്യാപനങ്ങൾക്ക് പുതിയ സർക്കാർ തയ്യാറാവുന്നതിനെ എംപ്ലോയീസ് സംഘം സ്വാഗതം ചെയ്തു. എന്നാൽ അത് KSRTCയുടെ തകർച്ചയ്ക്ക് കാരണമാകാതിരിക്കുവാൻ പൊതുവിദ്യാഭ്യാസവും പൊതുജന ആരോഗ്യവും പോലെ പൊതുഗതാഗതവും സർക്കാർ ഡിപ്പാർട്ട്മെന്റാക്കി മാറ്റണമെന്നും K. രാജേഷ് ആവശ്യപ്പെട്ടു. ഇടതുഭരണത്തിൽ തടഞ്ഞുവെക്കപ്പെട്ട DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ പുതിയ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും ഈടാക്കുന്ന PF, NPS, ഇതര ബാങ്കുകളിലേക്കുള്ള തിരിച്ചടവുകൾ മുതലായവ അതത് സ്ഥാപനങ്ങളിൽ അടയ്ക്കാതെ കൊള്ളയടിക്കുകയായിരുന്നു. ഇതിന് പരിഹാരം കാണാൻ പുതിയ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. നല്ല ജോലി ചെയ്ത് മറ്റുള്ള മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെ മാതിരിയല്ല, ജോലി ചെയ്യാതെ ഒരു KSRTC ജീവനക്കാരന് പോലും വീട്ടിലോട്ട് എത്താൻ സാധിക്കില്ല. അവന്റെ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിലോ അല്ലെങ്കിൽ പറഞ്ഞ ദൂരമോ ജോലി ചെയ്താൽ മാത്രമേ അവർ വീട്ടിലെത്താൻ സാധിക്കുള്ളൂ. മറ്റു സംഘടനകളിലൊക്കെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് E. ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് V. ശിവദാസൻ, ജില്ലാ സെക്രട്ടറി TV. രമേഷ് കുമാർ, C. പ്രമോദ്, K. പ്രജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി യൂണിറ്റ് പ്രസിഡന്റ് A. കണ്ണൻ തുടങ്ങിയവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ വിചാരണ പൂർത്തിയായി. 4 മാസത്തിലേറെയായി തുറന്നു വന്നിരുന്ന സാക്ഷികളുടെ വിസ്താരം പാലക്കാട് അഡീഷണൽ സെഷൻ കോടതിയിലാണ് പൂർത്തിയാക്കിയത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സ്വദേശി സുധാകരൻ, അമലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. മന്ത്രവാദത്തിലും ജ്യോതിഷത്തിലും അന്ധവിശ്വാസം പുലർത്തുന്ന ചെന്താമരയുടെ ഭാര്യയും മക്കളും പിണങ്ങി പോവാൻ കാരണം സജിതയാണെന്ന വിശ്വാസമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കേസിൽ ചെന്താമരയ്ക്ക് നേരത്തെ കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. പിന്നാലെയാണ് ഇരട്ട കൊലപാതകത്തിന്റെ വിചാരണ ആരംഭിച്ചത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സ്വദേശിയായ സുധാകരൻ, ഇദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ പ്രതിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ ക്രൂരമായ ഇരട്ടക്കൊലപാതകം വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബവുമായി പ്രതിക്ക് മുൻപും ശത്രുത ഉണ്ടായിരുന്നു. ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ കോടതിയിൽ ആരംഭിച്ച് 4 മാസത്തിലേറെ നീണ്ടുനിന്ന കൃത്യമായ കോടതി നടപടികൾക്കൊടുവിലാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കി പ്രതിയുടെ അന്തിമ വിചാരണയിലേക്ക് കോടതി കടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മാളയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അപ്രതീക്ഷിത സന്തോഷ നിമിഷമായി മന്ത്രി OJ ജനീഷിന്റെ സന്ദർശനം. മാള ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ
പങ്കെടുക്കാനെത്തിയ സമയത്താണ് തൊട്ടപ്പുറത്തുള്ള MCFൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹരിതകർമ്മസേന അംഗങ്ങളെ കണ്ട് മന്ത്രി നേരിൽ സന്ദർശിച്ച് മധുരം പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജയിച്ചാൽ ഹരിതകർമ്മസേന അംഗങ്ങളെ എല്ലാവരെയും നേരിൽ വന്ന് കാണും എന്ന് നൽകിയ വാക്ക് പാലിച്ചാണ് മന്ത്രി OJ ജനീഷ് എത്തിയത്. അപ്രതീക്ഷിതമായി മന്ത്രിയെ നേരിൽ കണ്ടതിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ ഏറെ സന്തോഷം പ്രകടിപ്പിച്ചു. വാക്ക് പാലിച്ച് ഞങ്ങളെ കാണാൻ വന്ന മന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ ഓർത്ത് എത്തിയത് വലിയ സന്തോഷം നൽകുന്നു എന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ പറഞ്ഞു. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം പാലിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് നേരിട്ടെത്തുന്ന മന്ത്രിയുടെ മറുപടി ശ്രദ്ധേയമായി. ഹരിതകർമ്മസേന അംഗങ്ങൾക്കൊപ്പം നിന്ന് സെൽഫി എടുത്താണ് മന്ത്രി പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാർത്താ പ്രചരണവും ആശയവും അന്തസത്ത ചോരാതെ എങ്ങനെ പ്രചരിപ്പിക്കാമെന്നതിൻ്റെ സാക്ഷ്യമാണ് നാരദമുനിയുടെ ജീവിതചരിത്രമെന്ന് BMS മുൻ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK സജിനാരായണൻ പറഞ്ഞു. വിശ്വസംവാദ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് നാരദ ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ CP രാമേന്ദ്രൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അച്ചടി രംഗവും ഇലക്ട്രോണിക് രംഗവും എത്തിനോക്കാത്ത കാലത്താണ് നാരദമുനി സന്ദേശ പ്രചാരകനായത്. ഒരു വാർത്തയിൽ ഉന്നയിക്കപ്പെടാനുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഉണ്ടാവേണ്ട വീക്ഷണവും ഉള്ളടക്കവും തന്മയത്വത്തോടെ നാരദമുനി കൈകാര്യം കാണിച്ചു. അർത്ഥവും വ്യാഖ്യാർത്ഥവും സത്യവും അപ്രിയ സത്യവും അനുമാനവും നിർദ്ദേശവും അടക്കത്തോടെ കൈകാര്യം ചെയ്ത നാരദമുനിയെയാണ് കലുഷിതമാവുന്ന മാധ്യമലോകത്ത് മാതൃകയാക്കേണ്ടതെന്നും സജിനാരായണൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ഉള്ള ഒരു ക്ഷണം ഞാനൊരു അംഗീകാരമായിട്ടാണ് സ്വീകരിക്കുന്നത്. ആ ഒരു നാരദ മഹർഷിയുടെ ജയന്തിയോട് അനുബന്ധിച്ച് CP രാമചന്ദ്രൻ എന്ന് പറയുന്ന നട്ടലുള്ള തലയെടുപ്പുള്ള എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്നും കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഒരു പത്രപ്രവർത്തകനെ അനുസ്മരിക്കുകയും അതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടു കൂടി ശ്രീകണ്ഠൻ പട്ടത്താനം എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആ ആസൂത്രിതമായ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചത് വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. നീതിയുടെ നാവാണെന്ന് തെളിയിച്ച മാധ്യമപ്രവർത്തനാണ് പർലിക്കാരനായ CP രാമേന്ദ്രനെന്ന് ഗൾഫ് ടൈംസ് ഡെപ്യൂട്ടി മാനേജിംഗ് എഡിറ്റർ CP രവീന്ദ്രൻ ചടങ്ങിൽ സംസാരിക്കവേ പറഞ്ഞു. ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പട്ടംതാനം ശ്രീകണ്ഠനെ ആദരിച്ചു. ഡോക്ടർ K മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രചാര പ്രമുഖ് C പ്രസാദ്, പത്മഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കരുവടത്തൊടി പ്രദേശത്ത് ഇടഞ്ഞോടിയ കാള കിണറ്റിലകപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കോങ്ങാട്ടെ ഫയർഫോഴ്സ് സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാളയെ രക്ഷപ്പെടുത്താനായത്. വെള്ളിയാഴ്ച രാവിലെ മങ്കര കരുവടത്തൊടി പ്രദേശത്തെ ഏകദേശം 45 അടിയോളം താഴ്ചയുള്ള കിണറിലാണ് കാള അകപ്പെട്ടത്. കാളയ്ക്ക് ഏകദേശം 400 കിലോളം ഭാരമുണ്ടാകുമെന്ന് പറയുന്നു. ചളിയിലകപ്പെട്ട കാളയെ പുറത്തേക്കെടുക്കാൻ നന്നേ പാടുപെട്ടു. വിവരമറിഞ്ഞ് കോങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അതിസാഹസികമായി ഇറങ്ങിയ റെസ്ക്യൂ ഹോസിന്റെ സഹായത്താൽ ബന്ധിപ്പിച്ചു. ഏകദേശം 2 മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് ക്രെയിനിന്റെ സഹായത്തോടുകൂടി കാളയെ പുറത്തെടുത്തത്. സ്റ്റേഷൻ ഓഫീസർ N ഷാജി, KP സുനിൽകുമാർ, C രാഹുൽ, പ്രശാന്ത്, T സന്ദീപ്, രഗിൽ, മോഹൻദാസ്, P ശശിധരൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് നോർത്ത് CIക്ക് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബുവിൻ്റെ ഭീഷണി. CI വല്ലാതെ ചൊറിഞ്ഞാൽ നെഞ്ചത്ത് താളമേളം ചവിട്ടുമെന്നായിരുന്നു ഭീഷണി. പിണറായി വിജയൻ്റെ വീടുകളിൽ ED പരിശോധന നടത്തിയതിനെതിരെ പാലക്കാട് LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെയായിരുന്നു CIക്ക് നേരെ ഭീഷണി പ്രസംഗം മുഴക്കിയത്. അങ്ങനെ ഏതെങ്കിലും ഗുണ്ടായുധം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഞങ്ങൾക്ക് EDയും ഇല്ല, ഒരു ചുക്കുമില്ല. നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ട് ഞങ്ങള്. അവനെക്കാളും ഭീകരനും ഗുണ്ടയായിട്ട് ഒരു DVS ഒരുപക്ഷെ ഇവിടെ ഒരു മാങ്കൂട്ടം MLA ഉണ്ടായിരുന്നല്ലോ, അയാളുടെ നേതൃത്വത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ആക്രമണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന CIന്റെ കോളറിൽ കയറി പിടിച്ച് അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ വലിച്ചു കീറി. തോളിലെ നക്ഷത്രം അറ്റുപോയി. ഒരു കേസും എടുത്തില്ല. എന്നാൽ മെലിഞ്ഞാന്ന് SFIയുടെ പ്രവർത്തകർ സമാധാനപരമായി ഒരു മാർച്ച് നടത്തി.
ആ മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിട്ടതിന് എടുത്ത കേസ് PDP ആക്ടാണ്, PDPP ആക്ടാണ്. രാഹുൽ മാങ്കുട്ടം MLA ആയിരിക്കെ സ്റ്റേഷനിൽ കയറി സൗത്ത് സിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ പൊട്ടി. തോളത്തിരിക്കുന്ന നക്ഷത്ര ചിഹ്നം അറ്റുവീണു. അന്ന് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്തില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന SFI സമരത്തിൽ ബാരിക്കേഡ് മറിച്ചിട്ടിനെ തുടർന്ന് SFI പ്രവർത്തകർക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് പോലീസ് കേസെടുത്തു. LDF ഭരിച്ച 10 വർഷക്കാലത്തെ പോലീസ് നയവും ഭരണവും മാറി ദിവസങ്ങൾക്കകം പോലീസിന്റെ നയം മാറ്റവും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു നോർത്ത് CIക്ക് നേരെ CPM ജില്ലാ സെക്രട്ടറി ഭീഷണി പ്രസംഗം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബക്രീദ് ദിനത്തിൽ സൗഹൃദവേദി പത്തിരിപ്പാല യൂണിറ്റ് സംഘടിപ്പിച്ച പെരുന്നാൾ ഒരുമ ജനമൈത്രിയുടെ സംഗമവേദിയായി. സൗഹൃദവേദി രക്ഷാധികാരി അബു ഫൈസൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. പഠനോപകരണങ്ങളുടെ വിതരണവും മാജിക് ഷോയും ഉണ്ടായിരുന്നു. മങ്കര AH പാലസിൽ സംഘടിപ്പിച്ച പെരുന്നാൾ ഒരുമ സൗഹൃദവേദി രക്ഷാധികാരി അബു ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ മുമ്പിൽ ആഹാരം വെക്കുമ്പോൾ ഇത് എന്റെ വിഷപ്പടക്കാൻ മാത്രമുള്ളതല്ല, ഇത് മറ്റുള്ളവരുടെ വിഷപ്പടക്കാൻ എന്നേക്കാൾ വിഷക്കുന്നവർ അപ്പുറത്തുണ്ടെങ്കിൽ ആ വിഷപ്പടക്കാൻ കൂടെയുള്ളതാണ് ഈ ആഹാരം എന്ന് തിരിച്ചറിയുവാൻ മനുഷ്യന് മാത്രമാണ് കഴിയുക. ഈ ലോകത്ത് മറ്റൊരു ജീവജാലങ്ങൾക്കും അങ്ങനെ മറ്റാർക്കും വേണ്ടി മാറ്റിവെക്കാൻ കഴിയില്ല. ചടങ്ങിൽ ചെയർമാൻ മണ്ണൂർ രാജകുമാരുണ്ണി അധ്യക്ഷത വഹിച്ചു. ITL അബൂബക്കർ, രക്ഷാധികാരി നൌഷാദ് മുഹിദ്ദീൻ, തനിമ കലാസാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് സലാം മാസ്റ്റർ, സാമൂഹ്യ പ്രവർത്തക പ്രേമജി പിഷാരടി, ശങ്കരൻ പട്ടിത്തിരിപ്പാട്, PA സക്കീർ ഹുസൈൻ, KS ആയിഷ എന്നിവർ സംസാരിച്ചു. സൗഹൃദവേദി സെക്രട്ടറി HA സെയ്തലവി സ്വാഗതവും KP ചാമുണ്ണി നന്ദിയും പറഞ്ഞു. തുടർന്ന് പഠനോപകരണ വിതരണവും ഷഹബാസ് ഖാൻ അവതരിപ്പിച്ച മാജിക് ഷോയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ യുവതിയെ കോറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാത്തുകുന്ന് പ്രദേശത്തെ മാരാത്ത് വീട്ടിൽ രാമദാസിൻ്റെ ഭാര്യ 48-കാരിയായ സുമതിയാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ സുമതിയെ വീട്ടിൽ നിന്നും കാണാതാവുകയും ചെയ്തിരുന്നു. പിന്നീട് വീട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് വീടിന് സമീപത്തെ കോറയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുണി കഴുകാനായി പോയപ്പോൾ അബദ്ധത്തിൽ കോറിയിലെ വെള്ളത്തിൽ വീണതാകാം എന്നാണ് പ്രാഥമിക സൂചന. വടക്കാഞ്ചേരി എയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. മരണകാരണം എന്തെന്ന് നിലവിൽ വ്യക്തമല്ല. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി പോലീസ് SI PV പ്രദീപ്, ASI സുധീർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സജീവ് കുമാർ, ശ്യാംകുമാർ, സവാദ്, കൃഷ്ണരാജ്, വൈശാഖ്, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. വിവരമറിഞ്ഞ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP മദനൻ, ഷീല മോഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മരണപ്പെട്ട സുമതിക്ക് 2 കുട്ടികളുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേളശ്ശേരി മുനീശ്വരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നിരുന്നു. പൂജകൾക്ക് തൃശൂർ ശാന്തകുമാർ മുഖ്യ കാർമ്മികത്വം നൽകി. രാവിലെ ക്ഷേത്രത്തിൽ അഭിഷേകം, പ്രസാദ പൂജ, പ്രസാദ വിതരണം എന്നിവയുമുണ്ടായിരുന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്നു. ഇനി 7-ാം ദിവസമാണ് നട തുറക്കുക. കേളശ്ശേരി ദേശത്തിൽ നൂറ്റാണ്ട് പഴക്കമുള്ള ആൽമരവും ആൽത്തറയിൽ ശിലയും ഉണ്ടായിരുന്നു. മുനീശ്വരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആൽമരത്തെ മുനിയെന്നും പറയപ്പെട്ടിരുന്നു. ഈ മുനീശ്വരനെ കള്ളപ്പാടി നാരായണൻ ഇമ്രാന്തിരി ആരാധിച്ചു വന്നിരുന്നു. കാലങ്ങളായി ശോചനീയാവസ്ഥയിലായിരുന്ന ഈ ഭൂമി ഒറവിൽ കുടുംബത്തിൻ്റെതായിരുന്നു. ഇവരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ വാങ്ങുകയും അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രയാസങ്ങൾ നേരിട്ടതോടെ ഗുരുനാഥനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മുനീശ്വരനെ ഈ അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തിയാൽ തങ്ങൾക്കും മാറ്റം വരുമെന്ന് പറഞ്ഞു. ഇതേ തുടർന്നാണ് തന്ത്രി ശാന്തജിയുടെ കാർമ്മികത്വത്തിൽ നവീകരിച്ച് പ്രതിഷ്ഠാദിനം
തുടങ്ങി വച്ചത്. ഗണപതിയുടെ സാന്നിധ്യവും മുനീശ്വരനും തിരുമാണ്ടാങ്കുന്ന ഭഗവതി, കൂട്ടാല ഭഗവതി എന്നീ ദേവതകളുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷ്ഠ ചെയ്തു മുനീശ്വരൻ, തിരുമാന്താംകുന്ന് ഭഗവതി, കൂട്ടാല ഭഗവതി. അത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇടവത്തിലെ ചോതിക്ക് കൊണ്ടാടണം. ആ ദിവസമാണ് ഇന്ന്. വർഷത്തിൽ ഒരു പ്രാവശ്യം ആണ് ആവശ്യം. അതേമാതിരി 7-ാം ദിവസം നട തുറക്കുകയും ചെയ്യും. എന്തെല്ലാം പരിപാടികളാണ്? ഇതൊക്കെയാണ് പരിപാടികൾ. അന്ന് ചില കണ്ടല്ലോ പൂജകളൊക്കെ. പിന്നെ ഇത് അതിനുശേഷം ആ വ്യക്തിക്ക് ഒരുപാട് ആരോഗ്യ ഗുണം കിട്ടിക്കഴിഞ്ഞു. അപ്പോ അതിലൂടെ മുനീശ്വരനെ കുറിച്ച് അറിഞ്ഞപ്പോ ദേശത്തെയും കുലത്തെയും കുടുംബത്തെയും കാക്കുന്ന ഭഗവാൻ ആണ് എന്നാണ് അറിഞ്ഞത്. അപ്പൊ ആയതുകൊണ്ട് ഈ ദേശത്തിനും കുലത്തിനും കുടുംബത്തിനുമുള്ള ഐശ്വര്യത്തിന് പാത്രീഭൂതൻ ആവാൻ ചിന്നം മാഷം മക്കൾക്ക് സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലയോര മേഖലയിലെ വായനക്കാരിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല മലയോര മേഖലയായ നെല്ലിയാമ്പതിയിലും ചുവടുറപ്പിക്കുന്നു. വിനോദസഞ്ചാര മേഖലയായ നെല്ലിയാമ്പതിയിൽ വായന സംസ്കാരം കൂടി വളർത്തുന്നതിനായി ആരംഭിച്ച ലൈബ്രറിയിലേക്ക് ലൈബ്രറിയൻ വിശ്വനാഥൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ആകർഷ്, എ സെറീന, കുത്തന്നൂർ വായനശാല എക്സിക്യൂട്ടീവ് അംഗം ആർ ദിലീപ് എന്നിവർ സംബന്ധിച്ചു. നിലവിൽ കോട്ടായി, കുത്തന്നൂർ, പരുത്തിപ്പള്ളി, മാത്തൂർ, മലമ്പുഴ എന്നിവിടങ്ങളിൽ വായനശാലകളുണ്ട്. വായന വളരട്ടെ, അറിവ് പടരട്ടെ എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അജേഷ് മാസ്റ്റർ പറഞ്ഞു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ തൃശ്ശൂരിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധം. CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നേരത്തെ പ്രകടനവും ഉണ്ടായിരുന്നു. പൂവത്തെങ്കിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സൊസൈറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്നാണ് പാഷൻ പ്രോ ബൈക്ക് പരസ്യമായി കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. ബൈക്ക് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധാത്മക പ്രതിഷേധം CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM ടെൻസൺ ഉദ്ഘാടനം ചെയ്തു. വീണ്ടും നമ്മൾ ചെയ്യാത്ത കാര്യം ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന RSSും കേരളം ഭരിക്കുന്ന UDFും ഒറ്റക്കെട്ടാണ് ഈ ഇന്ധന വിലയുടെ കാര്യത്തില്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെടുക്കുന്ന നയങ്ങളുടെ കാര്യത്തില്, മറ്റ് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന് യാതൊരു പ്രതിഷേധവുമില്ല. കോൺഗ്രസ് കൈകെട്ടി നിൽക്കുകയാണ്. ഇത്രയും വലിയ രീതിയിൽ ഈ വിലവർദ്ധനവ് നടപ്പിലാക്കിയപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ്, ഈ വിലയുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പ്രതിഷേധിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോക്കൽ സെക്രട്ടറി KR സജീവൻ അധ്യക്ഷനായി. VK സുനിൽകുമാർ, ഷൈനി അശോകൻ, നയനാധാര ചാത്തൻ, KJ തോമസ്, ആൻഡു കുളത്തിൽ, അക്ഷയ് സുരേഷ്, PS സുജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് വിക്ടോറിയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ കോളേജിലെ പൂർവ്വകാല അധ്യാപകരെ ആദരിക്കും. ഈ മാസം 31-നാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കോളേജ് ആരംഭിക്കുന്നതിനായി 25 ഏക്കർ സ്ഥലം വിട്ടു നൽകിയ നെല്ലിശ്ശേരി നാരായണ അയ്യരുടെ സ്മരണാർത്ഥം പുതിയ ഓഡിറ്റോറിയത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 100 വർഷമായി ഓരോ ഘട്ടങ്ങളിലും വിപുലപ്പെടുന്ന വിക്ടോറിയ കോളേജിന്റെ വികസനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടപെടലുണ്ട്. 100 വർഷം പിന്നിടുന്ന കോളേജിലെ പഠിതാക്കളും ഉന്നത സ്ഥാനങ്ങളിലെത്തിയവരുടെയും കോളേജിന്റെ ചരിത്രവും പറയുന്ന സുവനീർ പ്രകാശനവും മെയ് 31-ന് നടക്കും. 76 വർഷം അധ്യാപക വൃത്തി ചെയ്ത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുകയും രാഷ്ട്രപതിയുടെ അനുമോദനം നേടുകയും ചെയ്ത അഡ്വക്കേറ്റ് PB മേനോൻ കോളേജിൽ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെയും അനുമോദിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വകാല അധ്യാപകരെ അനുമോദിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആൾക്കാർ മുതൽ EMS ശേഷം എല്ലാ ആൾക്കാരുടെ ചരിത്രവും ആർട്ടിക്കിൾസും റിലീസ് ചെയ്തിരുന്ന ആർട്ടിക്കിൾസ് അങ്ങനെ എല്ലാവരും വെച്ചുകൊണ്ട് ഒരു പുസ്തകം പറയുന്നത് സോജനും പൈസ വിൽക്കാവുന്ന മാഗസീനായിട്ടില്ല, ഒരു ഗ്രന്ഥം കാലാകാലത്തേക്ക് എല്ലാ ലൈബ്രറിയിൽ വെക്കുന്ന പോലെ രീതിയിൽ കുട്ടികളുടെ ചരിത്രം മുഴുവൻ വരുന്നതും അതിൽ ഇവിടുന്ന് പഠിച്ച് വലിയ നിലയിലേക്ക് എത്തിയ ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങൾ അവരവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും നല്ല നല്ല ആർട്ടിക്കിൾസും ഈ ഉദ്യോഗങ്ങൾ പഠിച്ച സാർമാരുടെ നല്ല ആർട്ടിക്കിൾസും MT വാസുദേവൻ പറയുകയാണെങ്കിൽ ചരിത്രത്തിന് രീതിയുണ്ട്. എല്ലാവരും അവിടെ പഠിച്ച കുറേ ആൾക്കാരുണ്ട്. MT
നമ്മുടെ EM അമ്പൂരിപ്പാട്, EM ശേഷൻ തുടങ്ങിയ നിരവധി ആൾക്കാർ എല്ലാവരും. അപ്പോൾ അവരെ എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു കാര്യം. വാർത്താ സമ്മേളനത്തിൽ OSA പ്രസിഡന്റ് ബെന്നി ആന്റണി കൊമ്പൻ, സെക്രട്ടറി ഗിരീഷ് ചെറുകാട്, ചെയർമാൻ P മോഹനകൃഷ്ണൻ, കൺവീനർ B ജയരാജൻ, P ശിവദാസ്, V രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽവിത്ത് വിരിപ്പ് വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP വിജയകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മറ്റ് ജനപ്രതിനിധികൾ, കൃഷി ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. മിനിറ്റുകൾ ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിച്ച ഇൻസൈറ്റ് ആദ്യമായി ഫീച്ചർ ഫിലിം നിർമ്മിച്ച് പ്രദർശനത്തിന് ഒരുങ്ങുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കൊടുവായൂർ സ്കൂളിൽ നടന്ന സംഭവ വികാസമാണ് ചലച്ചിത്രമായി പരിഗണിച്ചതെന്ന് ഇൻസൈറ്റ് ഫെസ്റ്റ് ഡയറക്ടർ KV വിൻസെന്റ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് വിദ്യാലയങ്ങളിൽ നടന്ന കുട്ടികൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് 19 കുട്ടികളെ 21 ദിവസം ജയിലിലടച്ചു. വിദ്യാലയത്തിൽ നടന്ന സംഭവത്തെ ഭരണകൂടം അടിയന്തരാവസ്ഥയുടെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു. ഇവരുടെ വീടുകളിൽ നടന്ന സംഭവ വികാസമാണ് കഥ. 1975 കാലം പുനർനിർമ്മിച്ച കഥാപാത്രങ്ങളെ കണ്ടെത്തുകയായിരുന്നു. വേതനം പറ്റാതെയാണ് 200ഓളം അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും സിനിമയുമായി സഹകരിച്ചതെന്നും KV വിൻസെന്റ് പറഞ്ഞു. ഭരണകൂടം ഭീകരതയുടെ നേർചിത്രം വെളിപ്പെടുത്തുന്ന ഒഴിയാതെ എന്ന ചിത്രം ഫാറൂഖ് അബ്ദുറഹ്മാനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒഴിയാതെ എന്ന ചിത്രം അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക സമാപനമായ ജൂൺ 25-ന് പ്രദർശിപ്പിക്കും. കേരളത്തിലെ 30 തിയേറ്ററുകളിൽ പ്രദർശനാനുമതി ലഭിച്ചിട്ടുണ്ടെന്നും ചിത്രത്തിന്റെ ട്രെയിലർ മെയ് 31-ന് പാലക്കാട് പ്രകാശനം ചെയ്യുമെന്നും വാർത്താസമ്മേളനത്തിൽ KV വിൻസെന്റ് പറഞ്ഞു. കുട്ടികൾ തമ്മിൽ നടന്നൊരു തമ്മിത്തല്ലിന്റെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അന്നത്തെ ഒരു വിവരം കേട്ട മജിസ്ട്രേറ്റ് ആ കുട്ടികളെ ജയിലിലേക്ക് വിട്ടു കോട്ടയുടെ ഉള്ളിൽ കൊണ്ട് അടച്ചു. 19 ദിവസം, ഈ 20 ദിവസം, 21 ദിവസം ഈ കുട്ടികൾ ജയിലിൽ കിടന്നു. ജയിലിൽ കിടക്കാൻ പാടില്ല. 8ലും 9ലും പഠിക്കുന്ന കുട്ടികളാണ്. 15-16 വയസ്സാണ്. അവരെ ജയിലിലിടാനേ പാടില്ലാത്തതാണ്. എന്നിട്ടും അന്നത്തെ കാലത്ത് ഈ അടിയന്തരാവസ്ഥയുടെ ആ ഒരു അഹങ്കാരത്തിൽ വിവരം കേട്ടൊരു മജിസ്ട്രേറ്റും ഒരു പോലീസും കൂടി, പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ഈ കുട്ടികളെ കോട്ടയുടെ ഉള്ളിൽ ജയിലിലിട്ടു. എന്നിട്ടാണ് അവർ പുറത്തു വന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞു പോകുമ്പോൾ ഒരു വളരെ ചെറിയ സംഭവമായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഈ വീടുകളിൽ ഈ 19 ആളുടെയും വീട്ടിൽ പോയി സന്ദർശിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കാന്ന് വിചാരിച്ച് പുറപ്പെട്ട ഇൻസൈറ്റിന് അത് കണ്ടുപിടിച്ചത് എന്താണെന്ന് അറിയാം. ഇതൊന്നും ഒരു ഡോക്യുമെന്ററിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഓരോ വീട്ടിലും അന്നത്തെ പരാക്രമങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഓരോ കുടുംബത്തിലും എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു ഡോക്യുമെന്ററിയിൽ ഒതുങ്ങില്ല. പിന്നെ അതൊരു ഫീച്ചർ ഫിലിം ആക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അതിന്റെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. വാർത്താ സമ്മേളനത്തിൽ വിൻസെന്റിനൊപ്പം മാണിക്കോത്ത് മാധവൻ, CK രാമകൃഷ്ണൻ, മേതിൽ കോമളൻകുട്ടി എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗായകനും സംഗീത അധ്യാപകനുമായിരുന്ന കോട്ടായി പല്ലഞ്ചാത്തന്നൂർ ബാബുരാജിൻ്റെ വേർപാടിൽ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ചുങ്കമന്തം ചെങ്ങന്നിയൂർ സ്കൂളിൽ നടന്ന അനുമോദന സദസ്സ് ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കീഴത്തൂർ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശനൻ അധ്യക്ഷത വഹിച്ചു. VT മോഹനൻ, സന്തോഷ് കണ്ണാറ, സുജീഷ് പണിക്കർ, ഹരിദാസൻ, മുരുകദാസ്, മുരളിക, രമേശ് ഐലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടായിൽ CDS സമുന്നതി പദ്ധതിയുടെ ഭാഗമായി യുവജന ക്ലബ്ബ് അംഗങ്ങൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. CDSൽ നിലവിൽ രജിസ്റ്റർ ചെയ്തു പ്രവർത്തിക്കുന്ന 6 യുവജന ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. മത്സരാധിഷ്ഠ പരീക്ഷകൾക്കുള്ള റാങ്ക് ഫയൽ വിതരണം ഇതോടൊപ്പം നടന്നു. PP സുമോദ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജിജിൻ സമുന്നതി പദ്ധതി വിശദീകരണം നടത്തി. C വിനുമോൾ, അമ്പിളി, ബിന്ദു, കേശവൻ, വിനു പ്രസാദ്, റിൻസി അനീഷ്, ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി മാറ്റുലി കാണാം. IPL ടൂർണമെന്റ് കലാശ പോരാട്ടം ഞായറാഴ്ച നടക്കും. നിലവിൽ ടീം ബാംഗ്ലൂർ ഫൈനലിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് രാജസ്ഥാനെ നേരിടും. ഇതിൽ ഏത് ടീമായിരിക്കും ഫൈനലിലേക്ക് എത്താൻ സാധ്യത? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. ഏകദേശം 1 മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന IPLന്റെ മാമാങ്കം അവസാന ലാപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ബാംഗ്ലൂർ റോയൽസ്
ഫൈനലിൽ എത്തിയിട്ടുണ്ട്. കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ സുരക്ഷിതമായിക്കൊണ്ട് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നടക്കുന്നത് രാജസ്ഥാനും ഗുജറാത്തുമാണ് ഇന്നത്തെ കളി നടക്കുന്നത്. അതിൽ രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടീമും ഒന്നിനൊന്നും മെച്ചം എന്നുള്ള രീതിയിലുള്ള കളി കാഴ്ചവെക്കുന്ന ടീമാണ് രാജസ്ഥാനായാലും ഗുജറാത്തായാലും. രാജസ്ഥാനിൽ നമ്മളെ സൂര്യവംശി വൈഭവിനെ പോലെയുള്ള കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ഇന്ത്യൻ ടീമിന് തന്നെ വലിയൊരു ആത്മവിശ്വാസവും വലിയൊരു ഭാവി പ്രതീക്ഷയുമായിട്ടുള്ള വളരെ ചുരുങ്ങിയ ബോളുകളിൽ സെഞ്ചുറിയുടെ അടുത്ത് വരെ എത്തുന്ന ഈ ടൂർണമെന്റിൽ ആകമാനം നല്ല ഫോമിൽ കളിക്കുന്ന സൂര്യവംശി വൈഭവിനെ പോലെയുള്ള രാജസ്ഥാൻ ഫൈനലിലേക്ക് എത്താനാണ് സാധ്യത. അങ്ങനെ രാജസ്ഥാനും ബാംഗ്ലൂരും തമ്മിൽ ഫൈനലിൽ കളിച്ച് അതിൽ നന്നായി കളിക്കുന്ന ഏത് ടീമായാലും അവർ വിന്നേഴ്സ് ആകട്ടെ എന്നാണ് ഒരു ചെന്നൈയുടെ ആരാധകനായിട്ടുള്ള എൻ്റെ ഒരു താല്പര്യം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2026 അവസാന മത്സരങ്ങളിലേക്ക് ഫൈനൽ ലാപ്പിലേക്ക് ഓരോ നിമിഷവും വലിയ ആവേശത്തോടുകൂടെ തന്നെയാണ് കാണികൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്വാളിഫയർ കഴിഞ്ഞു. ആദ്യ ക്വാളിഫയറിനകത്ത് ഗുജറാത്തിനെ ഏകപക്ഷീയമായി നിലംപരിശാക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിലേക്ക് കയറി. ഇന്ന് രണ്ടാം ക്വാളിഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എലിമിനേറ്ററിൽ ജയിച്ചിട്ടുള്ള ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് രാജസ്ഥാൻ കടന്നു വരുന്നത്. രാജസ്ഥാനിൽ വലിയൊരു താരനിര നമുക്കറിയാം. ജോഫ്രെ ആർച്ചർ പഴയ നിലയിലേക്ക് ഫോമിലേക്ക് തിരിച്ചു വന്നു. ജൂറലുണ്ട്, റിയാൻ പരാഗുണ്ട്. അതിന് എല്ലാം അപ്പുറത്തേക്ക് യശ്വി ജയ്സ്വാളിനോടൊപ്പം സൂര്യവംശി ഏറ്റവും നന്നായി ബാറ്റ് ചെയ്യുന്ന, അപ്പോൾ അവസാന മത്സരത്തിലേക്ക് ഏറ്റവും വലിയ ലോകത്തിൻ്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ് ഉൾപ്പെടെ കേവലം ഒരു പന്ത് അവശേഷിക്കുന്ന സമയത്താണ് ഔട്ടായത്. ഏകദേശം 29 പന്തുകളിൽ നിന്ന് 97 റൺ ഏറെ ആവേശത്തോടുകൂടി അടിച്ചെടുക്കുന്ന ഒരു കാഴ്ച, ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റോടുകൂടി അടിച്ചെടുക്കുന്ന കാഴ്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ തികച്ചും ഗുജറാത്ത് ടൈറ്റൻസിനാണെങ്കിൽ ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ സായി സുദർശനൊക്കെ നല്ല മികച്ച ഫോമിലാണെങ്കിലും ഉൾപ്പെടെ വലിയ മത്സരം നമുക്കിന്ന് കാണാൻ വേണ്ടി കഴിയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവസാന സ്ഥാനങ്ങളിൽ നിന്നും വീണ്ടും അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈനലിലേക്ക് എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. രാജസ്ഥാൻ വിജയിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം വൈഭവ് സൂര്യവംശി എന്ന കൊച്ചു പയ്യൻ്റെ ബാറ്റിൽ നിന്ന് നടക്കുന്ന റൺ സ്ഫോടനം അത് രാജസ്ഥാനിലെ ഫൈനലിലെത്തില്ല. മിക്കവാറും ഈ IPL രാജസ്ഥാൻ്റെ ടോക്കത്തിൽ ഇരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ഉൾപ്പെടുന്ന ഓപ്പണിംഗ് തന്നെയാണ് രാജസ്ഥാൻ്റെ തോൽപ്പിക്കുന്നത്. വിജയിക്കുന്നത് രാജസ്ഥാൻ തന്നെയാവും. രാജസ്ഥാൻ റോയൽസിന് ചാൻസ് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് ലൈനിൽ പിന്നെ സൂര്യവംശീൻ്റെ തുടക്കം, പിന്നെ ജയ്സ്വാളുണ്ട്, പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു മധ്യനിര വരെ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ ആർച്ചർ ഇപ്പോൾ ഫോമിലെത്തി, ബർഗർ നല്ല ഫോമിലാണ് ബോൾ എറിയുന്നത്. അപ്പോൾ ചാൻസ് കൂടുതൽ മറ്റേ രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ്. അത് പിന്നെ എന്താ പറയുക, ഗുജറാത്തും അത്ര നല്ല മോശം ടീമാണെന്നൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ ഗുജറാത്തിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് നോക്കിയാൽ സായി സുദർശൻ 500 റണ്ണിൻ്റെ മുകളിൽ സ്കോർ ചെയ്തിട്ട് നല്ല ഫോമിലാണ്. ചില മിസ്റ്റേക്കുകൾ ചോദിച്ചാൽ ഗുജറാത്തിനും ചാൻസ് ഇല്ലാകില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ടീം ലൈനപ്പും അതുപോലെ ടീമിൻ്റെ ഒരു പെർഫോമൻസും നോക്കുമ്പോൾ കാണുന്നത് രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ് ചാൻസ് കൂടുതൽ. മാറ്റൊലി പ്രധാന വാർത്തകൾ ഒരിക്കൽ. KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റാക്കി പൊതുഗതാഗതം സംരക്ഷിക്കണമെന്ന് KST എംപ്ലോയീസ് സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രാജേഷ്. ഇടതുഭരണത്തിൽ തടഞ്ഞുവച്ച DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ UDF സർക്കാർ തയ്യാറാകണമെന്നും K രാജേഷ് KST എംപ്ലോയീസ് സംഘ പാലക്കാട് യൂണിറ്റ് സമ്മേളനം ചേർന്നു. നെന്മറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ വിചാരണ പൂർത്തിയായി. 4 മാസത്തിലേറെ തുറന്നു വന്നിരുന്ന സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ. സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയതോടെ പ്രതിയുടെ അന്തിമ വിചാരണയിലേക്ക് കോടതി കടക്കും. വാർത്താ പ്രചരണവും ആശയ സംവാദവും അന്തസത്ത ചോരാതെ എങ്ങനെ പ്രചരിപ്പിക്കാമെന്നതിൻ്റെ സാക്ഷ്യമാണ് നാരദമുനിയുടെ ജീവചരിത്രമെന്ന് BMS മുൻ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK സജിനാരായണൻ. അച്ചടി രംഗവും ഇലക്ട്രോണിക് രംഗവും എത്തിനോക്കാത്ത കാലത്താണ് നാരദമുനി സന്ദേശ പ്രചാരകനായതെന്നും സജിനാരായണൻ. വിശ്വസംവാദ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ CP രാമേന്ദ്രൻ അനുസ്മരണവും മാധ്യമപ്രവർത്തകനെ ആദരിക്കലും പാലക്കാട്ട് നടന്നു.
തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ വാക്ക് പാലിച്ച് മന്ത്രി OJ ജനീഷ്. മാളയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അപ്രതീക്ഷിത സന്തോഷ നിമിഷമായി മന്ത്രി OJ ജനീഷിൻ്റെ സന്ദർശനം. വാക്ക് പാലിച്ച് തങ്ങളെ കാണാൻ വന്ന മന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ. പാലക്കാട് നോർത്ത് CIക്ക് നേരെ ഭീഷണി പ്രസംഗവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CI വല്ലാതെ ചൊറിഞ്ഞാൽ നെഞ്ചത്തെ താളമേളം ചവിട്ടുമെന്നായിരുന്നു ഭീഷണി. ഭീഷണി പ്രസംഗം നടത്തിയത് പാലക്കാട്ട് LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.